ഹായ് ഫ്രണ്ട്, ഇന്നത്തെ വീഡിയോയില് നമ്മള് പൈപ്പിങ്ങും സ്ലീവും വെച്ചിട്ട് ഒരു സിമ്പിൾ ഫ്രോക്കിന്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് കാണിക്കുന്നത്. ഫ്രോക്ക് തയ്ക്കാനായിട്ട് ഞാൻ ഇവിടെ 1 മീറ്റർ കോട്ടന്റെ തുണിയാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ആദ്യം ഞാൻ ഈ എടുത്തിരിക്കുന്ന തുണിയെ 4ആയിട്ടൊന്ന് മടക്കി കൊടുക്കുകയാണ്. ആദ്യം നമുക്ക് ഇതുപോലെ ഒന്ന് നിവർത്തിയെടുക്കാം. ഇതുപോലെ നിവർത്തിയതിന് ശേഷം ഇങ്ങനെ 2ആയിട്ട് ആദ്യം മടക്കണം. ഈ സൈഡൊക്കെ കറക്റ്റ് ആയിട്ട് പിടിച്ചിട്ട് തന്നെ മടക്കി കൊടുക്കുക കേട്ടോ. ഇനി ഇതുപോലെ ഒന്നും കൂടി നമുക്ക് മടക്കി കൊടുക്കാം. അപ്പൊ നമ്മൾ ഇതുപോലെ മടക്കിയതിന് ശേഷം ലെവൽ ഇല്ലാത്ത സൈഡ് ഉണ്ടെങ്കിൽ ഒന്ന് ലെവൽ ചെയ്ത് എടുക്കുക. അപ്പൊ നമ്മൾ 4ആയിട്ട് മടക്കിയതിന് ശേഷം ഇതിന്റെ വീതി വരുന്നത് 8 ഇഞ്ചാണ്. 8.25 ഇഞ്ച് ഉണ്ട്. അപ്പൊ നമുക്ക് താഴത്തെ സൈഡിലേക്ക് വീതി ഇപ്പൊ ഒരുപാടൊന്നും കിട്ടില്ല, കുറച്ചേ കിട്ടുള്ളൂ. അപ്പൊ നമ്മള് തുണി എടുക്കുന്നതിനനുസരിച്ചിട്ടേ നമുക്ക് ഫ്രോക്കിന് വീതി കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് വീതി കൂടുതലുള്ള താഴത്തെ സൈഡ് വീതി കൂടുതലുള്ള ഫ്രോക്കാണ് വേണ്ടതെങ്കിൽ കുറച്ച് തുണി വാങ്ങുമ്പോൾ കുറച്ച് വീതി കൂടിയ തുണി നോക്കിയിട്ട് വാങ്ങുക. ഇതിപ്പോ നൈറ്റി പീസാണ്. അപ്പൊ എന്റെ അടുത്ത് ഇത്രേ ഈ തുണി ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ ഈ രീതിയിലായിട്ട് മടക്കി കൊടുക്കുകയാണ്. മറ്റേ രീതിയിലായിട്ട് മടക്കി കൊടുത്താലും നമുക്ക് ഈ സെയിം വീതി തന്നെ കിട്ടുള്ളൂ. അതുകൊണ്ട് ഇതുപോലെ വീതി കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ലാന്ന് വെച്ചിട്ട് ഞാൻ ഈ രീതിയിലായിട്ട് തന്നെ മടക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോ നമ്മള് ഇതുപോലെ തുണി വാങ്ങുമ്പോൾ ഒരു 10 ഇഞ്ച് ഒരു സൈഡിൽ ഇതുപോലെ മടക്കി കൊടുക്കുമ്പോൾ ഒരു 10 ഇഞ്ചൊക്കെ വരുന്ന തുണിയാണെങ്കിൽ ഫ്രോക്കിന്റെ താഴത്തെ സൈഡ് നല്ല വീതി കിട്ടും. അപ്പൊ ആ രീതിയിലായിട്ട് നിങ്ങൾ നോക്കിയിട്ട് വാങ്ങുക. ഒരുപാട് കുറവ് വീതിയുള്ളത് വാങ്ങരുത് കേട്ടോ ഈ ഫ്രോക്ക് തയ്ക്കുമ്പോൾ. ഈ തുണിയുടെ ടോട്ടൽ വീതി 33 ഇഞ്ചാണ് ഉള്ളത്. അപ്പൊ നിങ്ങൾ വാങ്ങുമ്പോൾ ഒരു 40-42 ഇഞ്ചൊക്കെ ഉള്ള ടോട്ടൽ വീതി വരുന്ന തുണി വാങ്ങിയാൽ നമുക്ക് ഫ്രോക്കിന് നല്ല വീതി കിട്ടും കേട്ടോ. അപ്പൊ ആദ്യം നമുക്ക് ഫ്രോക്കിന്റെ ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്യാം. ഞാനിപ്പോ ഏറ്റവും മുകളിൽ നിന്നും താഴത്തോട്ട് ഒരു 24 ഇഞ്ചാണ് ഫ്രോക്കിന്റെ ലെങ്ത് മാർക്ക് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇത്രയൊന്നും വേണ്ടെന്നുണ്ടെങ്കിൽ ഇത്ര എടുക്കണ്ട, കുറവ് മതിയെങ്കിൽ കുറവ് എടുക്കാം കേട്ടോ. ഞാനിപ്പോ മുട്ടിന്ന് കുറച്ച് അധികം താഴെ നിൽക്കുന്ന രീതിയിലായിട്ടാണ് ലെങ്ത് എടുക്കുന്നത്. അപ്പൊ ഞാനിവിടെ അളവിന്റെ ഒരു ഫ്രോക്ക് എടുത്തിട്ടുണ്ട്. ഇതില് ഷോൾഡറിന്റെ ഇവിടെ നിന്നും താഴത്തോട്ട് നമുക്ക് എത്രയാണ് ലെങ്ത് വരുന്നത് വെച്ചാൽ അത് എടുക്കാം. എനിക്കിവിടെ 23.5 ഇഞ്ചാണ് കിട്ടുന്നത്. അപ്പോൾ 1 ഇഞ്ച് നമുക്ക് 1/2 ഇഞ്ച് നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാൻ വേണം. പ്ലസ് 1 ഇഞ്ച് താഴത്തെ സൈഡ് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണം. അങ്ങനെ ടോട്ടൽ 25 ഇഞ്ച് വേണം. അപ്പൊ ഞാനിവിടെ 24 ഇഞ്ചായിരുന്നു ലെങ്ത് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. 1 ഇഞ്ചും കൂടി ഞാനൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് നെക്കിന്റെ ഇറക്കം നോക്കാം. അളവിന്റെ ഫ്രോക്ക് ഇതുപോലെ വെച്ചതിന് ശേഷം നെക്കിന്റെ ഇറക്കം എത്രയുണ്ടെന്ന് നോക്കാം. അപ്പൊ നമുക്കിവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം 3 ഇഞ്ചാണ് ഇറക്കമുള്ളത്. അപ്പൊ ആ 3 ഇഞ്ച് നമുക്ക് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. 1/2 ഇഞ്ച് ഷോൾഡർ ജോയിൻ ചെയ്യാൻ വേണം. അങ്ങനെ നമുക്ക് 3.5 ഇഞ്ച് ടോട്ടൽ ലെങ്ത് മാർക്ക് ചെയ്യാം. അപ്പൊ നമ്മളിവിടെ പൈപ്പിങ്ങും കൂടി വെക്കുന്നുണ്ട്. പൈപ്പിംഗ് വെക്കുമ്പോൾ നമുക്ക് 1/4 ഇഞ്ച് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് പോകും. ആ 1/4 ഇഞ്ചിന്റെ ഗ്യാപ്പിൽ പൈപ്പിംഗ് വരും. അപ്പൊ നമുക്ക് ആ നെക്കിന്റെ ഇറക്കമൊക്കെ കറക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. ഇനി നമുക്ക് നെക്കിന്റെ വീതി എത്രയുണ്ടെന്ന് നോക്കാം. അപ്പൊ ഇവിടെ 4 ഇഞ്ചാണ് നെക്കിന്റെ വീതി വരുന്നത്. അപ്പൊ ഇതിന്റെ പകുതി 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമുക്ക് തയ്യൽ തുമ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നിന്നും ഈ 2 ഇഞ്ചിൽ നിന്നും ഒരു 1/4 ഇഞ്ച് കുറച്ചിട്ട് ഇവിടെ നെക്കിന്റെ വീതി മാർക്ക് ചെയ്യാം. അപ്പൊ തയ്യൽ തുമ്പ് ആഡ് ചെയ്ത് കൊടുക്കണ്ട, ഇതിൽ തന്നെ നമുക്ക് തയ്യൽ തുമ്പ് കിട്ടും. അപ്പൊ ഞാനിവിടെ 1.25 ഇഞ്ച് നെക്കിന്റെ വീതി മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നെക്കിന്റെ വീതി 2 ഇഞ്ച് കിട്ടും. അപ്പൊ ഞാൻ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. നെക്ക് റൗണ്ട് ആയിട്ടൊന്ന് മാർക്ക് ചെയ്യാം. ഞാനിപ്പോ ഫ്രീ ഹാൻഡ് ആയിട്ടാണ് റൗണ്ട് ആയിട്ട് മാർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1 ഇഞ്ച് ഇവിടുന്ന് മാർക്ക് ചെയ്തിട്ട് റൗണ്ട് ആയിട്ട് മാർക്ക് ചെയ്യാം. അതൊക്കെ ഞാൻ ഓൾറെഡി വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ വീഡിയോസിലൊക്കെ. ഇനി നമുക്ക് ഷോൾഡർ എത്രയുണ്ടെന്ന് നോക്കാം. ഇതുപോലെ വെച്ച് നോക്കുമ്പോൾ 2.25 ഇഞ്ചാണ് ഇവിടെ ഷോൾഡർ ഉള്ളത്. ഇവിടെ ഷോൾഡർ 2.25 കൂടെ ഒരു 1/4 ഇഞ്ച് നമുക്ക്
ഈ ഭാഗത്തുള്ള തയ്യൽ തുമ്പും കൂടി ആഡ് ചെയ്യണം. എന്നിട്ട് നമുക്ക് ഇവിടെ സ്ലീവ്സ് ജോയിൻ ചെയ്യാൻ 1/2 ഇഞ്ച് വേണം. അങ്ങനെ ടോട്ടൽ 2.25 കൂടെ 3/4 ഇഞ്ച് ആഡ് ചെയ്തിട്ട് വേണം മാർക്ക് ചെയ്യാനായിട്ട്. അപ്പൊ 3 ഇഞ്ച് വരും. അപ്പൊ നമുക്കിതുപോലെ 3 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇവിടെ 1/2 ഇഞ്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് പോവും, ഇവിടെ ഒരു 1/4 ഇഞ്ച് പോവും. അപ്പൊ നമ്മള് ടോട്ടൽ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ 2.25 ഇഞ്ചിൽ വരും ഷോൾഡർ. ഇനി കൈക്കുഴി എത്രയുണ്ടെന്ന് നോക്കാം. ഇവിടെ 4 ഇഞ്ചാണ് കൈക്കുഴി ഉള്ളത്. അപ്പൊ ഞാൻ 1/2 ഇഞ്ച് ഷോൾഡർ ജോയിൻ ചെയ്യാനുള്ളതും കൂടി കൂട്ടിയിട്ട് 4.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടുന്ന് നമുക്ക് 3/4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് റൗണ്ട് ആയിട്ട് മാർക്ക് ചെയ്യാം. ഇനി അളവിന്റെ ഫ്രോക്കില് ചെസ്റ്റ് എടുത്ത് നോക്കാം. കൈക്കുഴിയുടെ തൊട്ട് താഴെ ഇതുപോലെ ടാപ്പ് വെച്ചിട്ട് നോക്കാം. 12 ഇഞ്ചാണ് ഇവിടെ ചെസ്റ്റ് എടുത്തുള്ളത്. അപ്പൊ ഈ 12ന്റെ പകുതി നമുക്ക് 6 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇത് 3 മുതൽ 4 വയസ്സ് വരെയുള്ള കുട്ടികൾക്കൊക്കെ ഉള്ള അളവാണ് കേട്ടോ. ഇതുപോലെ 6 ഇഞ്ച് മാർക്ക് ചെയ്യാം. പ്ലസ് തയ്യൽ തുമ്പ് ഞാനിവിടെ 1 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് ഷേപ്പ് ലെങ്ത് മാർക്ക് ചെയ്യണം. ഇവിടെ നിന്നും ഒരു 4.5 ഉള്ളിൽ ഷേപ്പ് ലെങ്ത് മാർക്ക് ചെയ്യാം. 4.5 ഇഞ്ച് മാർക്ക് ചെയ്തു. എന്നിട്ട് നമുക്ക് വീതി ഈ ചെസ്റ്റ് വിഡ്ത്തിൽ നിന്നും 1/2 ഇഞ്ച് കുറച്ചിട്ട് ഇവിടെ മാർക്ക് ചെയ്യണം. അപ്പൊ 5.5 ഇഞ്ച് വരും. അതൊന്ന് മാർക്ക് ചെയ്യാം. പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഹിപ്പ് വിഡ്ത്ത് മാർക്ക് ചെയ്യാം. ഇതിപ്പോ വീതി കുറവുള്ളതായതുകൊണ്ട് ഞാനിപ്പോ ഹിപ്പ് വിഡ്ത്തൊന്നും മാർക്ക് ചെയ്യുന്നില്ല. ഏകദേശം ഒന്ന് മാർക്ക് ചെയ്ത് എടുക്കുകയാണ്. അപ്പൊ ഈ രീതിയിലായിട്ട് സൈഡ് നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ ഏറ്റവും താഴെ 1 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്തിട്ട് 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ചെറിയൊരു റൗണ്ട് ഷേപ്പ് കൊടുക്കണം. കേവ് ഷേപ്പ് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യാം. സോറി, ഇവിടെ അല്ല, രണ്ടാമത് മാർക്ക് ചെയ്ത് ഇവിടെയാണ്. 1.5 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്തതിന് ശേഷം ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം. ഇനി ഇത് കട്ട് ചെയ്യാം. ഇവിടെ ഞാൻ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും ലെങ്ത് ഒക്കെ സെയിം ആണ് എടുക്കുന്നത്. അപ്പൊ ഇതുപോലെ നമ്മളിപ്പോ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ്സ് ഒന്ന് കട്ട് ചെയ്യാം. അപ്പൊ ഇത് ഓൾറെഡി 4ആയിട്ട് മടക്കിയിട്ടുള്ള തുണിയാണ്. നമ്മൾ കട്ട് ചെയ്ത് എടുത്തതിൽ നിന്നും ബാക്കിയുള്ളതാണ്. അപ്പൊ ഞാനിവിടെ സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ്സിന്റെ ലെങ്ത് എത്രയാണ് വേണ്ടത് വെച്ചാൽ അതൊന്ന് മാർക്ക് ചെയ്യാം. ഞാനിപ്പോ തയ്യൽ തുമ്പൊക്കെ കൂട്ടിയിട്ട് 1/2 ഇഞ്ച് മുകളിലും താഴെ 1/2 ഇഞ്ചും കൂട്ടിയിട്ട് ഒരു 3 ഇഞ്ച് സ്ലീവ്സിന്റെ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇതുപോലെ 3 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇനി സ്ലീവ്സിന്റെ ലൂസ് മാർക്ക് ചെയ്യണം. സ്ലീവ്സ് ലൂസൊക്കെ നമുക്ക് വേണ്ട പോലെ എടുക്കാം കേട്ടോ. ഞാനിപ്പോ ഒരു 3.5 ഇഞ്ച് ലൂസ് കൊടുക്കുകയാണ്. കുറച്ച് അധികം ലൂസ് എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കറക്റ്റ് അളവിലാണ് വേണ്ടതെങ്കിൽ കറക്റ്റ് ഞാൻ ഓൾറെഡി വീഡിയോ കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് അളവ് എടുക്കേണ്ടതെന്ന്. അതുപോലെ എടുക്കുക. ഇനി നമുക്ക് സ്ലീവ്സിന്റെ മുകളിൽ മാർക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് എടുക്കുക. ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതില് ഈ കൈക്കുഴി ഉണ്ടല്ലോ, ഇവിടെ 1/2 ഇഞ്ച് വിട്ടതിന് ശേഷം ഇതുപോലെ ടാപ്പ് വെച്ചിട്ട് നോക്കുക. അപ്പൊ ഇവിടെ 4.5 ഇഞ്ചാണ് എനിക്ക് കിട്ടുന്നത്. ഈ തയ്യൽ തുമ്പ് കൂട്ടണ്ട കേട്ടോ, ഇവിടെ വരെ ആണ് ടാപ്പ് വെച്ചിട്ട് നോക്കേണ്ടത്. അപ്പൊ 4.5 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. ആ 4.5 ഇഞ്ച് നമുക്ക് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യാം. ഇതുപോലെ മാർക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നിന്നും ഈ 4.5 ഇഞ്ച് മാർക്ക് ചെയ്ത ഇവിടെ നിന്നും താഴത്തോട്ട് നമുക്കൊരു 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ വരെ. അപ്പോൾ ഇവിടുന്ന് താഴത്തോട്ട് 2 ഇഞ്ച് മാർക്ക് ചെയ്തു. പ്ലസ് 1 ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇതുപോലെ സ്ലീവ്സ് ഒന്ന് മാർക്ക് ചെയ്യാം.
ഈ രീതിയിലായിട്ട് വേണം മാർക്ക് ചെയ്യാനായിട്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. നമുക്കിതിന്റെ സെന്ററും കൂടി ഒന്ന് ഇതുപോലെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം കേട്ടോ. ഇനി നമുക്കിതിന് പൈപ്പിംഗ് വെക്കാൻ വേണ്ടിയിട്ടുള്ള തുണി കട്ട് ചെയ്യാം. അപ്പൊ ഞാൻ ഇതുപോലെ ഒരു പീസ് എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നും നമുക്ക് പൈപ്പിങ്ങിന് വേണ്ടിയിട്ടുള്ള തുണി കട്ട് ചെയ്യണം. അപ്പൊ ഞാനിവിടെ സ്കെയില് എടുത്തിട്ടുണ്ട് കേട്ടോ മാർക്ക് ചെയ്യാനായിട്ട്. അപ്പൊ ഞാൻ ജസ്റ്റ് ഇതുപോലെ ഒന്ന് വെച്ചിട്ട് ക്രോസ് പീസ് ഒന്ന് ഇതുപോലെ ക്രോസ് ആയിട്ട് ഒന്ന് മാർക്ക് ചെയ്യാം. നമുക്ക് ഇതിന്റെ വീതി വേണ്ടത് 2 ഇഞ്ചാണ്. അപ്പൊ ഇതുപോലെ വെച്ചിട്ട് 2 ഇഞ്ച് നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇതുപോലെ ക്രോസ് ആയിട്ട് മാർക്ക് ചെയ്തെടുക്കണം. ഫ്രണ്ടിലേക്ക് മാത്രമാണ് ഞാനിപ്പോ പൈപ്പിംഗ് വെച്ച് കൊടുക്കുന്നത്. ബാക്കിലേക്ക് ക്രോസ് പീസ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്, പക്ഷെ പൈപ്പിംഗ് വെച്ച് കൊടുക്കുന്നില്ല. ഇതുപോലെ 2 ഇഞ്ച് വീതിയിലായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇനി ഞാൻ ഫ്രോക്കിന് ബാക്കിൽ വള്ളി വെക്കാൻ വേണ്ടിയുള്ള തുണിയാണ് കട്ട് ചെയ്യുന്നത്. ഞാനിവിടെ ഒരു 3 ഇഞ്ച് വീതിയിലായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇതിന്റെ സെന്ററിലൂടെ ഒന്ന് കട്ട് ചെയ്യാണ്. അപ്പൊ ഇതുപോലെ 2 വള്ളികൾ നമുക്ക് കിട്ടും. അപ്പൊ അധികം ലെങ്ത് ഒന്നും ഉണ്ടാവില്ല, കുറച്ച് ലെങ്തേ ഉണ്ടാവും. 16.5 ഇഞ്ച് ആണ് കിട്ടുന്നത്. അപ്പൊ ഇതിന്റെ കട്ടിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിന്റെ സ്റ്റിച്ചിങ് ആണ്. അപ്പൊ ആദ്യം നമുക്ക് ഇതിൽ നിന്നും ഫ്രണ്ട് പീസ് എടുക്കാം. ഫ്രണ്ട് നെക്ക് നമുക്ക് ആദ്യം ഒന്ന് പൈപ്പിംഗ് വെച്ചെടുക്കാം. അപ്പൊ ആദ്യം ഞാൻ ക്രോസ് പീസ് ഇതുപോലെ ഒരു സൈഡിൽ നിന്ന് സ്ട്രൈറ്റ് ആയിട്ട് കട്ട് ചെയ്യാണ് കേട്ടോ. അതിനുശേഷം എനിക്കിപ്പോ ഒറ്റ ക്രോസ് പീസ് മതി. എന്താ വെച്ചാൽ ഇത് കുറച്ച് ലെങ്ത്തിൽ ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ ക്രോസ് പീസുകളാണെങ്കിൽ അത് ജോയിൻ ചെയ്യണം. ജോയിൻ ചെയ്യുന്നത് ഞാൻ ആ ഫ്രോക്കിന്റെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട്, അതൊന്ന് കണ്ടു നോക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതുപോലെ മടക്കി കൊടുക്കണം. ഈ ക്രോസ് പീസിനെ 2ആയിട്ട് നല്ല വശത്തേക്ക് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് നെക്കിന്റെ ഇവിടെ വെച്ചിട്ട് 1/4 ഇഞ്ച് വിട്ടിട്ട് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം എക്സ്ട്രാ ഉള്ളത് കട്ട് ചെയ്ത് കളയാം. ഇനി നമുക്ക് ഇതിനെ എത്ര വീതിയിലാണ് നമുക്ക് പൈപ്പിംഗ് വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ഉള്ളിലേക്ക് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യണം. അപ്പൊ ഇതുപോലെ ഈ സ്റ്റിച്ച് ചെയ്തത് ഇതുപോലെ വെച്ചു കൊടുക്കുക. എന്നിട്ട് ഈ സൈഡിൽ നിന്നും ഇതുപോലെ മടക്കണം. എന്നിട്ട് ഇതിന്റെ അറ്റത്തൂടെ ആയിട്ട് വേണം സ്റ്റിച്ച് വരാനായിട്ട്. ഇതുപോലെ മടക്കിയതിന് ശേഷം ഇതിന്റെ അറ്റത്തൂടെ സ്റ്റിച്ച് വരുന്ന രീതിയിലായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പൊ നമുക്ക് പൈപ്പിങ്ങിന്റെ വീതി കുറച്ചും കൂടി കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ക്രോസ് പീസ് കട്ട് ചെയ്യുമ്പോൾ 2.5-3 ഇഞ്ചിന്റെ അടുത്ത് കട്ട് ചെയ്യുക വീതി ക്രോസ് പീസിന്റേത്. അപ്പോൾ നമുക്ക് ഈ പൈപ്പിങ്ങിന്റെ വീതിയും കൂടുതലായിട്ട് കിട്ടും. ഇതിപ്പോ ഒരുപാട് വീതിയൊന്നുമില്ല, ചെറിയ വീതിയേ വരുന്നുള്ളൂ. അപ്പൊ ഈ രീതിയിലായിട്ട് പതുക്കെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. ഇതുപോലെ മടക്കിയിട്ട്
അപ്പോൾ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. പൈപ്പിങ് ഇതിന്റെ ഉൾവശത്ത് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഇനി ഞാനിവിടെ ബാക്ക് നെക്കാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ബാക്ക് നെക്കിന്റെ നല്ല വശത്തേക്ക് ക്രോസ് പീസിന്റെ നല്ല വശം വെച്ചിട്ട് 1/4 ഇഞ്ച് വിട്ടിട്ട് നമുക്ക് ക്രോസ് പീസ് ഒന്ന് ജോയിൻ ചെയ്യാം. ഇതുപോലെ ക്രോസ് പീസ് ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്ക് ക്രോസ് പീസിന്റെ വീതി ഇത്രയൊന്നും വേണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കുറച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ 2 ഇഞ്ച് എടുത്തിട്ടുണ്ട്, 2 ഇഞ്ചൊന്നും വേണ്ട. അപ്പൊ നമുക്ക് മടക്കി കൊടുക്കുമ്പോൾ കുറച്ച് എക്സ്ട്രാ കിട്ടും. അതുകൊണ്ട് ഞാൻ ഒരു 1/2 ഇഞ്ച് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. 1.5 ഇഞ്ച് ആക്കി കൊടുക്കുകയാണ്. ഇനി ഇതിന്റെ നല്ല വശത്തേക്ക് ഫ്രണ്ട് പീസിന്റെ നല്ല വശം ഇതുപോലെ ഒന്ന് വെച്ചിട്ട് ഈ ബാക്ക് നെക്കിന്റെ ക്രോസ് പീസ് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. ഇതുപോലെ പകുതിയിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മടക്കുക. എന്നിട്ട് 1/2 ഇഞ്ച് വിട്ടിട്ട് ഷോൾഡർ ജോയിൻ ചെയ്യണം. അതേപോലെ തന്നെ ഈ സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതുപോലെ ഫ്രണ്ട് പീസിന്റെ ഫ്രണ്ട് സൈഡ് ഇതുപോലെ വെക്കുക. എന്നിട്ട് ബാക്ക് ക്രോസ് പീസ് ഇതുപോലെ ഒന്ന് മടക്കുക. എന്നിട്ട് 1/2 ഇഞ്ച് വിട്ടിട്ട് ഷോൾഡർ ജോയിൻ ചെയ്യണം. ഇനി ഈ ബാക്ക് നെക്കിന്റെ ക്രോസ് പീസ് ഉൾവശത്തേക്ക് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതുപോലെ കറക്റ്റ് ആയിട്ട് പിടിച്ചതിന് ശേഷം ഉള്ളിലൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. പുറമേക്ക് ഈ പീസ് കാണാൻ പാടില്ല. ആ രീതിയിലായിട്ട് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതുപോലെ നമ്മളിപ്പോ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. പുറമേ ഒന്നും കാണില്ല. ഇനി ഇതിന് സ്ലീവ്സ് ജോയിൻ ചെയ്യണം. അപ്പൊ സ്ലീവ്സ് ജോയിൻ ചെയ്യാനായിട്ട് ആദ്യം നമുക്ക് സ്ലീവ്സിന്റെ താഴത്തെ സൈഡ് ഒന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആദ്യം 1/4 ഇഞ്ച് പിന്നീട് ഒരു 1/4 ഇഞ്ച് മടക്കിയിട്ടാണ് ഞാനിപ്പോ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇനി ഷോൾഡറിന്റെ സെന്ററിലേക്ക് സ്ലീവ്സിന്റെ സെന്റർ ഇതുപോലെ വെച്ചിട്ട് 1/2 ഇഞ്ച് വിട്ടിട്ട് സ്ലീവ്സ് ഒന്ന് ജോയിൻ ചെയ്യാം. അപ്പൊ ഞാനിവിടെ സെന്ററിൽ നിന്നാണ് സ്റ്റിച്ച് തുടങ്ങുന്നത്. സെന്ററിൽ സ്റ്റിച്ച് തുടങ്ങിയിട്ട് സെന്ററിൽ തന്നെ അവസാനിപ്പിക്കും. അപ്പോൾ നമുക്ക് സ്ലീവ്സിന്റെ ലെങ്ത് ഒക്കെ ഈ സൈഡിലും മറ്റേ സൈഡിലും ഒക്കെ കറക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. നമ്മൾ സൈഡിൽ നിന്ന് തുടങ്ങിയാൽ നമുക്ക് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഇതിന്റെ സെന്റർ ചിലപ്പോൾ കറക്റ്റ് ആയിട്ട് വരില്ല. അപ്പൊ ചെയ്ത് പഠിക്കുമ്പോൾ ഈ രീതിയിലായിട്ട് തന്നെ ചെയ്ത് പഠിക്കുന്നതാണ് നല്ലത്. ഇവിടെ വരെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇവിടെ നിന്ന് വീണ്ടും തിരിച്ച് സ്റ്റിച്ച് ചെയ്ത് വരിക. ഈ അറ്റം വരെ ഇതേപോലെ തന്നെ ഒറ്റ സ്റ്റിച്ചിൽ സ്റ്റിച്ച് ചെയ്യാം. നമ്മൾ എങ്ങനെയാണ് കട്ട് ചെയ്തിട്ടുള്ളത് ആ രീതിയിൽ തന്നെ കൈ വെച്ചു കൊടുക്കണം. റൗണ്ടായിട്ട് ഇതുപോലെ വെച്ചു കൊടുക്കണം. അപ്പൊ ഇവിടെ നിന്ന് വീണ്ടും സ്റ്റിച്ച് ചെയ്ത് സെന്ററിൽ കൊണ്ടുവന്ന് നിർത്തുക. നിർത്തുമ്പോൾ ലോക്ക് ഇട്ടിട്ട് നിർത്തുക കേട്ടോ. അപ്പൊ നമ്മള് സ്ലീവ്സ് ഇതുപോലെ ജോയിൻ ചെയ്തിട്ടുണ്ട്. മറ്റേ സ്ലീവും ഇതേപോലെ തന്നെ ജോയിൻ ചെയ്യണം. സ്ലീവ്സ് 2 ഞാനിപ്പോ ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വള്ളിക്ക് വേണ്ടിയിട്ട് കട്ട് ചെയ്തതൊന്ന് സ്റ്റിച്ച് ചെയ്യാം. അപ്പൊ ഇതുപോലെ നല്ല വശത്തേക്ക് മടക്കി കൊടുക്കുക. എന്നിട്ട് ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് ഞാനിപ്പോ ഇവിടെ സ്ട്രെയിറ്റ് ആയിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് 1/4 ഇഞ്ച് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്യാം. എന്നിട്ട് ഇവിടുന്ന് താഴത്തോട്ടും അതേപോലെ തന്നെ 1/4 ഇഞ്ച് വിട്ടിട്ട് നമുക്ക് സൈഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്യാം.
ഇനി ഇതിനെ നല്ല വശത്തേക്കൊന്ന് മറിച്ചിട്ടിട്ട് എടുക്കണം. ഈ രീതിയിലായിട്ട് ഞാനിപ്പോ മറിച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രോക്കിലേക്ക് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ ആദ്യം നമുക്ക് ഇതുപോലെ ചീത്തവശം എടുത്തതിന് ശേഷം എവിടെയാണ് വേണ്ടത് വെച്ചാൽ അതൊന്ന് മാർക്ക് ചെയ്യണം. നമുക്ക് വേസ്റ്റ് എടുത്ത് എത്രയിലാണ് ഉള്ളത് വെച്ചാൽ അവിടെ വെച്ചിട്ട് വേണം ഇത് ഈ വള്ളി സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഞാൻ ഇവിടെ നിന്നൊരു 9 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഷോൾഡറിന്റെ ഇവിടെ നിന്നും താഴത്തോട്ട് 9 ഇഞ്ച് രണ്ട് സൈഡിൽ നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. ഇനി സ്റ്റിച്ച് ചെയ്യാം. ഇപ്പൊ ഇതുപോലെ കറക്റ്റ് ആയിട്ട് സൈഡൊക്കെ കറക്റ്റ് ആയിട്ട് തന്നെ മടക്കി കൊടുക്കാം. എന്നിട്ട് 1 ഇഞ്ച് വിട്ടിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യണം. ഇപ്പൊ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് എത്തുമ്പോൾ ഇതിന്റെ നല്ല വശത്ത് വേണം വള്ളി വെച്ച് കൊടുക്കാൻ. ഇതുപോലെ കറക്റ്റ് ആയിട്ട് വള്ളി വെച്ചതിന് ശേഷം സ്റ്റിച്ച് ചെയ്യണം. അപ്പൊ ഇവിടെ ലാസ്റ്റ് എത്തുമ്പോൾ ഞാൻ ഒരു 1/4 ഇഞ്ച് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളൂ കേട്ടോ. എന്താ വെച്ചാൽ ഇത് വീതി കുറവുള്ളത് കൊണ്ട് അത്രേ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളൂ. ഈ സൈഡ് ഞാൻ അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഏറ്റവും താഴത്തെ സൈഡ് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാം. നമ്മൾ എത്രയാണോ തയ്യൽ തുമ്പ് എടുത്തിട്ടുള്ളത് വെച്ചാൽ അതിനനുസരിച്ചിട്ട് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. അപ്പോൾ ഫ്രോക്കിന്റെ സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമ്മള് ഇതുപോലെ നല്ല ഭംഗിയില് ഒരു സിമ്പിൾ ഫ്രോക്ക് തയ്ച്ചെടുത്തിട്ടുണ്ട്, പൈപ്പിംഗ് ഒക്കെ വെച്ചിട്ട്. ബിഗിനേഴ്സിനൊക്കെ ഇത് വളരെ എളുപ്പമാണ് തയ്ക്കാനായിട്ട്. അപ്പൊ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാം. എങ്കിൽ മാത്രമേ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടുകയുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.